അത്രമാത്രം പേടിയുള്ള ഒരു കുട്ടി പ്രസവം എന്ന് പറയുന്ന ആ ഒരു വലിയ പ്രോസസ്സിനെ ഡീൽ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം സി സെക്ഷൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് എന്തായാലും വേദനയില്ല. അപ്പോൾ അത് ആ ഒരു ഏരിയ ക്ലിയർ ആയല്ലോ. പിന്നെ നമ്മൾ ഏത് സമയത്ത് ആണ് നമ്മുടെ പ്രസവം എന്നുള്ളത് നമ്മൾ മെൻ്റലി പ്രിപ്പയർഡ് ആയിട്ട് ഓക്കെ ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകാൻ പോവുകയാണ്, അടുത്ത ഒരു 10 മിനിറ്റിൽ അല്ലെങ്കിൽ 15 മിനിറ്റിൽ കുഞ്ഞുവാവ ഉണ്ടാകും എന്നൊക്കെയുള്ളത് നമുക്ക് മെൻ്റലി പ്രിപ്പയർഡ് ആയതിനു ശേഷം അങ്ങോട്ട് പോകാം. ഈ 2 കാര്യങ്ങൾ എന്നെ ഈ ഇതിലേക്ക് ആദ്യമായിട്ട് അട്രാക്ട് ചെയ്തു. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പെയിൻ എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതായിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് വളരെ അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള ഗൈനക്കോളജിസ്റ്റ് ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ആളാണ് ഡോക്ടർ KM ചെറിയാൻ ഹോസ്പിറ്റൽ ചെങ്ങന്നൂരുള്ള കവിത ഡോക്ടർ. അപ്പം ഞാൻ എന്നാണോ പ്രഗ്നൻ്റ് ആയത് അന്ന് മുതൽ ഇങ്ങനെ ഡോക്ടറെ വിളിച്ച് ഓരോ കുഞ്ഞു കുഞ്ഞു സംശയങ്ങളടക്കം ചോദിക്കുമായിരുന്നു. ഡോക്ടറെ ഇപ്പം അയൺ കഴിക്കാമോ, കാൽഷ്യം കഴിക്കണോ, അതെങ്ങനെയാണ്, ഇതെങ്ങനെയാണ്, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞ അനുസരിച്ചാണ് ഞാൻ ലേക്ക് ഷോറിലെ ഡോക്ടർ സ്മിത ജോയിയുടെ പേഷ്യൻ്റായി അങ്ങോട്ട് എത്തുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരോടും കൃത്യമായിട്ട് എപ്പോഴും ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എനിക്ക് കവിത ഡോക്ടർ പറഞ്ഞു തന്നൊരു കാര്യമായിരുന്നു, സി സെക്ഷൻ ആണ് നീ പോകുന്നതെന്നുണ്ടെങ്കിൽ, നീ മെൻ്റലി അതിനാണ് പ്രിപ്പയർഡ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ എപ്പിഡ്യൂറലും കൂടെ എടുത്തോ, അങ്ങനെയാണെങ്കിൽ വേദന വളരെ കുറവായിരിക്കും എന്നുള്ളത്. എപ്പിഡ്യൂറൽ എല്ലാവർക്കും അറിയാം, നമ്മൾ നോർമൽ ഡെലിവറിക്ക് കൊടുക്കുന്ന കാര്യമാണ്. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു സി സെക്ഷനിലും എപ്പിഡ്യൂറൽ എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടെന്ന്.